വെൽക്കം ഫ്രണ്ട്സ്. പ്രൈസ് ആക്ഷൻ വീഡിയോയുടെ 2 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഭാഗം കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകൾ കണ്ടു. ശരിക്കും പ്രൈസ് ആക്ഷൻ അല്പം ഡിഫിക്കൽട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ പ്രസൻറ്റേഷൻ്റെ ഒരു രീതിയും ഒരുപക്ഷെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ എനിക്ക് ചിലപ്പോൾ കഴിയാതെ വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ കാതലായിട്ടുള്ള കണ്ടൻറ്റ് വളരെ ലളിതമായ ഭാഷയിൽ ഞാനൊന്ന് വിവരിക്കാൻ ശ്രമിക്കുകയാണ്. മുമ്പത്തെ വീഡിയോയിൽ ഇമ്പൾസ് ആൻഡ് കറക്റ്റീവ് മൂവ്സിനെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണിത്. മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ട്രാപ്പിലാകുന്നത് ഈ മൂവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ ഈ മൂവ് വളരെ പ്രധാനപ്പെട്ടാകുന്നത്. നമുക്ക് സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിക്കാം. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, അതായത് ആദ്യത്തെ ക്യാൻഡിലുകൾ ഗ്രീൻ ക്യാൻഡിലുകളാണ്. സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആ സ്റ്റോക്ക് താഴേക്ക് വീണു. ഒരു 2-3 ക്യാൻഡിലുകൾ, വളരെ റെഡായിട്ടുള്ള ക്യാൻഡിലുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ക്യാൻഡിൽസിൻ്റെ വലിപ്പവും മറ്റ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് കൂടുതലുണ്ട്. അതായത് ക്യാൻഡിൽ തുടങ്ങിയപ്പോൾ ക്യാൻഡിലിൻ്റെ വലിപ്പം കുറവായിരുന്നു, റെഡ് ക്യാൻഡിലിൻ്റെ. പിന്നീട് അതിലും വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. അങ്ങനെ താഴെ എത്തിയപ്പോൾ ലാസ്റ്റത്തെ റെഡ് ക്യാൻഡിൽ അല്പം വലിപ്പം കുറഞ്ഞ റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. എന്താണേലും മുകളിലേക്ക് പോയതിനെ കഴിഞ്ഞ് കൂടുതൽ താഴേക്ക് സ്റ്റോക്ക് പോയിട്ടുണ്ട്, ഷാർപ്പായിട്ട് പോയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റാണ് ഇമ്പൾസ് മൂവ്മെൻറ്റ്. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് സാധാരണയായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യുക. നമ്മൾ വില കുറഞ്ഞു മേടിച്ചേക്കാം എന്ന് കരുതി ട്രാക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇതുപോലുള്ള സ്റ്റോക്കുകളാണ്. ഇനി നമ്മളെ ട്രാപ്പിലാക്കാനായിട്ട് ഗ്രീൻ ക്യാൻഡിൽ അപ്പിയർ ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. റെഡ് ക്യാൻഡിലിന് ശേഷം ഒരു സീരീസ് ഓഫ് ഗ്രീൻ ക്യാൻഡിൽ അപ്പിയർ ചെയ്തു. ഇത് കാണുമ്പോഴാണ് റീറ്റെയിൽ ട്രേഡേഴ്സോ അല്ലെ ഇൻവെസ്റ്റേഴ്സോ ട്രാപ്പിലാവുക. അതായത് നമ്മൾ വിചാരിക്കും സ്റ്റോക്ക് ഇപ്പോൾ മുകളിലേക്ക് പോവുകയാണ് എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വളരെ താഴേക്ക് സ്റ്റോക്ക് വീണപ്പോൾ ഒരുപാട് പേര് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല എങ്കിൽ ഒരുപാട് സെല്ലിംഗ് പ്രഷർ അവിടെ നടന്നിട്ടുണ്ട്. ഒരു സ്റ്റോക്ക് വളരെ ഷാർപ്പായിട്ട് താഴേക്ക് വരുമ്പം സെല്ലിംഗ് പ്രഷർ കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതുപോലെ ബൈയിങ് പ്രഷറോ അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷറോ ആണ് ഒരു സ്റ്റോക്കിനെ മൂവ് ചെയ്യിക്കുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറയുകയുണ്ടായി. ഒരു സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ അവിടെ സെല്ലിംഗ് പ്രഷർ നടന്നിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ക്വാണ്ടിറ്റിയൊക്കെ തിരിച്ച് ബൈ ചെയ്യണം. അങ്ങനെ നടക്കുന്ന ബൈയാണ് നമ്മൾ ഈ കണ്ട ചെറിയ ചെറിയ ഗ്രീൻ ക്യാൻഡിൽസ്. ഷോർട്ട് കവറിംഗ് ആണ് ഇവിടെ നടക്കുന്നത് എന്നറിയാതെ സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണ്, ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മളിവിടെ ഈ സ്റ്റോക്ക് മേടിക്കും. അത് കഴിഞ്ഞ് സ്റ്റോക്ക് വളരെ പെട്ടെന്ന് വലിയ കാലതാമസമൊന്നും ഇല്ലാതെ തന്നെ സ്റ്റോക്ക് താഴേക്ക് പോകും. അതായത് ഷോർട്ട് കവറിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ബൈയിങ് പ്രഷറിൽ സ്റ്റോക്ക് മുകളിലേക്ക് കുറച്ച് പോയതാണ്. ഷോർട്ട് കവറിങ് എപ്പോൾ കഴിയുന്നോ അതോടുകൂടി ആ ബൈയിങ് പ്രഷർ അവിടെ കഴിഞ്ഞു, വീണ്ടും സ്റ്റോക്ക് താഴേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് കണ്ട മൂവാണ് കറക്റ്റീവ് മൂവ്. ഇത് നമുക്ക് പല ചാർട്ടുകളും നോക്കി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റോക്ക് താഴെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന എപ്പോഴാണ്? ഒരു സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ ഇടിഞ്ഞു കഴിഞ്ഞിട്ട് അവിടുന്ന് ഇത് റീബൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്റ്റോക്ക് കയറിപ്പോവുകയാണ്, മുകളിലേക്ക് പോവുകയാണ്, ഇപ്പോൾ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പം നമുക്ക് വാങ്ങാം. അങ്ങനെ വിചാരിച്ചിട്ടാണ് സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് വാങ്ങുക. സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് ഒരു കറക്റ്റീവ് മൂവാണ്. ഈ കറക്റ്റീവ് മൂവിൽ നമ്മൾ ട്രാപ്പിലാവുകയാണ് ചെയ്യുന്നത്. ഒരു ഇമ്പൾസ് മൂവ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു കറക്റ്റീവ് മൂവ് നടന്നിരിക്കും. ഇമ്പൾസ് മൂവ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അത് മുകളിലേക്ക് സംഭവിക്കാം, താഴേക്ക് സംഭവിക്കാം. ഒരു സ്റ്റോക്കിൽ എപ്പോഴാണ് വളരെ ഷാർപ്പായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാകുക? ഒന്നെങ്കിൽ ആ സ്റ്റോക്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ കമ്പനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കണം.
ഈ രണ്ട് കാരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാകാം. ആ മൂവ്മെൻറ്റിനെയാണ് ഇമ്പൾസ് മൂവ് എന്ന് പറയുക. ഈ മൂവിനൊന്നും നമ്മൾ സ്റ്റോക്ക് വാങ്ങില്ല. ഒന്നെങ്കിൽ ഈ മൂവ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ വാങ്ങണം. ഓക്കെ, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം. സാധാരണ നമുക്കത് കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ എപ്പോഴാണ് വാങ്ങേണ്ടത്? ഈ മൂവ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ വാങ്ങണം. ഈ മൂവ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം വാങ്ങാം. മൂവ് സ്റ്റാർട്ട് ചെയ്ത അന്നേ ദിവസം വാങ്ങാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം വാങ്ങാം. നമ്മൾ എപ്പോഴാണ് വാങ്ങുക? നമ്മൾ അന്നത്തെ ദിവസം വാങ്ങില്ല. മിക്കവാറും നമ്മളിത് അറിയുന്നത്, ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അറിയുന്നത് അന്ന് വൈകുന്നേരം ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ഒക്കെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത്. സോ നമ്മളന്ന് വാങ്ങിയില്ല. പിന്നെ നമ്മൾ പിറ്റേ ദിവസമാണ് വാങ്ങുന്നത്. പിറ്റേ ദിവസം വാങ്ങാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുന്നു, അയ്യോ സ്റ്റോക്ക് ഒരുപാട് മുകളിലേക്ക് കയറിപ്പോയില്ല, ഇപ്പം എങ്ങനെ വാങ്ങുക? ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതാണ് മാർക്കറ്റിൻ്റെ ഒരു ഘടന. എന്ന് വെച്ച് ലൈഫ് ടൈം അങ്ങനെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് കറക്റ്റീവ് മൂവ്സുകൾ വരും. ഈ കറക്റ്റീവ് മൂവ്സുകളാണ് നമ്മളെ ട്രാപ്പിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്ക് ഇടിഞ്ഞു, നല്ല രീതിയിലേക്ക് ഇടിഞ്ഞു, ഒരു 10-40% ഇടിഞ്ഞു എന്ന് വിചാരിക്കുക, 1-2 ദിവസം കൊണ്ട്. പിന്നെ വേറെ ഒരു ദിവസം ആ സ്റ്റോക്ക് 5% കയറി. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു 20% ഇടിഞ്ഞു, രണ്ടാമത്തെ ദിവസം ഒരു 20% ഇടിഞ്ഞു, മൂന്നാമത്തെ ദിവസം ആ സ്റ്റോക്ക് ഒരു 5% കയറുമ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റോക്ക് കയറിപ്പോവാണ്, ഇപ്പോൾ എൻട്രി ചെയ്യാം, നല്ല വില കുറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ എൻട്രി ചെയ്യാം. നമ്മൾ എൻട്രി ചെയ്യും. 1-2% കൂടി ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് കയറിയേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ കിടക്കുന്നു വീണ്ടും ഒരു 10-15% താഴേക്ക്. ഈ 5% മുകളിലേക്ക് കയറിയതാണ് കറക്റ്റീവ് മൂവ്. അപ്പോൾ ഈ മൂവ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നമ്മളവിടെ എൻട്രി ചെയ്യില്ല. പിന്നെ എപ്പോഴാണ് എവിടെയാണ് ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യേണ്ടത്? അതിന് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ മൂവിങ് ആവറേജ് സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് വർക്ക് ചെയ്യും. ഡൈനാമിക് മൂവിങ് ആവറേജ് എന്ന വിഭാഗത്തിൽ നമ്മൾ പറയുകയുണ്ടായി. മൂവിങ് ആവറേജ് സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ആയിട്ട് വർക്ക് ചെയ്യാം. സാധാരണ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നത് ആ സ്റ്റോക്ക് 200 DEMA മുകളിൽ ആണെങ്കിൽ മാത്രമാണ്. നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നോക്കുന്നുണ്ടോ? 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്റ്റോക്ക് ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും ലോങ് ടൈമിലേക്കാണെങ്കിലും വലിയ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ സ്റ്റോക്ക് ബൈ ചെയ്യുകയുള്ളൂ. നമ്മൾ ഈ സാധനം ഒന്നും നോക്കുന്നില്ല. മാത്രമല്ല, ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് ബൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യം അതിൻ്റെ മന്ത്ലി ചാർട്ടാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മന്ത്ലി ചാർട്ട് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കുന്നതൊക്കെ ഈ വീഡിയോയിൽ ഒന്നും കൂടി വിശദമാക്കി തരികയാണ്. ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ഹിസ്റ്ററി എടുക്കണം. ആ ഡാറ്റ കണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ ആ സ്റ്റോക്ക് ബൈ ചെയ്യാവുള്ളൂ. കമ്പനി തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള ഗ്രാഫ് എടുത്ത് നോക്കണം. അതുകൂടാതെ മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കണം, വീക്കിലി ചാർട്ട് എടുത്ത് നോക്കണം. അതിൽ സപ്പോർട്ടും റെസിസ്റ്റൻറ്റും ഒക്കെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. 200 ഡേ EMAയ്ക്ക് മുകളിലുള്ള സ്റ്റോക്കുകൾ കണ്ടെത്താൻ ചാർട്ടിംഗ് എന്ന സ്ക്രീനർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം. ലേറ്റസ്റ്റ് ഓപ്പൺ ഗ്രേറ്റർ ദാൻ EMA 200 എന്ന് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകളെല്ലാം 200 ഡേ EMAയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള സ്റ്റോക്കുകളായിരിക്കും. ഈ സ്റ്റോക്കുകൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ പരിഗണിക്കുന്ന സ്റ്റോക്കുകൾ ഈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ചാർട്ടിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒരു 3 ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ കാര്യമാണ്. എന്നാലും ഇത് കാണുന്ന പലരും ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താം. മന്ത്ലി ചാർട്ടും വീക്കിലി ചാർട്ടും ഡെയിലി ചാർട്ടും എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചാർട്ടിങ്ങിൽ പരിശോധിക്കാം. പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിൻ്റെ 3ാമത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് 1ാമത്തെ വീഡിയോയിലും 2ാമത്തെ വീഡിയോയിലും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടെ സിംപ്ലിഫൈ ആയി പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതാണ്. തിയറി പാർട്ട് മാത്രം പറഞ്ഞു പോയപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഉള്ളതുപോലെ തോന്നിയെന്ന് പലരും കമൻറ്റ് ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ സീരീസിൻ്റെ 4ാമത്തെ ഭാഗം അടുത്ത ആഴ്ച
അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.